അപ്പോൾ ഇന്നിപ്പം ഞാനിവിടെ ഇരിക്കുന്നത് കുറച്ച് വിൻ്റർ ഗാർഡനിങ്ങിലൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് വിൻ്ററിലെ നടുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വിൻ്ററിൽ നമുക്ക് ബൾബുകളുണ്ടല്ലോ, ബൾബുകൾ, മണ്ണിനടിയിൽ വളരുന്ന ബൾബുകൾ, മണ്ണിനടിയിൽ വളരുന്ന ബൾബുകളൊക്കെ നമുക്ക് ഈ വിൻ്റർ നട്ടെങ്കിൽ വിൻ്റർ മണ്ണിനടിയിൽ കിടന്നിട്ട് സമ്മർ ആകുമ്പോൾ അത് പൊങ്ങി വരും കേട്ടോ. സ്പ്രിങ് ആകുമ്പോഴത്തേക്കും അത് പൂവോടുകൂടി പൊങ്ങി വരും. പൂ ഉണ്ടാകുന്നതാണെങ്കിൽ. പൂ ഇല്ലാത്തതാണെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇന്ന് നടാൻ പോകുന്നത് ഗാർലിക്കാണ്, അതായത് നമ്മുടെ വെളുത്തുള്ളി. ഇപ്പം ഞാൻ വെളുത്തുള്ളി ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ, ഇതിനിങ്ങനെ വേരുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എടുത്ത് താഴെ വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതിങ്ങനെ നട്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഷൂട്ട് വരും. ഷൂട്ട് വന്ന് ഇങ്ങനെ പതുക്കെ നിന്നിട്ട് അത് സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് മുളച്ച് വരും കേട്ടോ. ഇത് നടേണ്ട സമയം എന്ന് പറഞ്ഞെങ്കിൽ ഷോർട്ടസ്റ്റ് ഡേ നട്ടിട്ട് ലോങ്ങസ്റ്റ് ഡേയിലാണ് ഇത് പറിക്കുന്നത്. അപ്പം നമുക്ക് ഷോർട്ടസ്റ്റ് ഡേ എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു, 22-ാം തീയതി. അപ്പം ഇന്ന് ഞാൻ നടുക എന്ന് ഒരാഴ്ച ലേറ്റായി, സാരമില്ല. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ ഈ വെളുത്തുള്ളി എടുത്ത് വെള്ളത്തിൽ വെച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ അതിന് വേര് വരാൻ തുടങ്ങി. നമുക്ക് ഇന്ന് ഇതിനെ താഴോട്ട് നടാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മൾ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കമ്പോസ്റ്റും കുറച്ച് ഷീപ്പ് പല്ലറ്റും കൂടെ, അതായത് ആട്ടുംകാഷ്ടം കൂടി ഇട്ട് നിറച്ച് നന്നായിട്ട് റിച്ച് ആയിരിക്കണം സോയിൽ കേട്ടോ. എന്നാലും ഇത് നന്നായിട്ട് ഉണ്ടായി വരുവുള്ളേ. അതുപോലെ തന്നെ ഇതിന് പതിയിട്ട് കൊടുക്കുകയും ചെയ്യും. പതിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതിന് മുകളിൽ കുറച്ച് കരിയിലിട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പം നമുക്ക് നടാം. ഇവിടെ കുറച്ച് ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. മണ്ണിര കമ്പോസ്റ്റ് എടുത്തിട്ട് സോയിലുമായിട്ട് മിക്സ് ചെയ്ത് നല്ല വളക്കൂറുള്ള മണ്ണാക്കി എടുക്കുവാണേ. നമുക്ക് സീഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമുക്ക് ഗാർലിക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഞാനിവിടെ സാധാരണ ഇതിൽ നിന്ന് വാങ്ങിച്ചതാണ്. സാധാരണ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഗാർലിക്ക് തന്നെയാണ്. ഇത് നട്ടാലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മളിതിന് വളമിട്ട് കൊടുക്കണം എന്നുള്ളത്, നന്നായിട്ട് വളമിട്ട് കൊടുക്കണം. പക്ഷേ സീഡ് ഗാർലിക്കാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാകും. ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു അല്ലി നട്ടെങ്കിൽ നമുക്കൊരു കുടം കിട്ടണം. അങ്ങനെയാണ് ഈ ഗാർലിക്കിൻ്റെ കാര്യം. ഇതുപോലെ ഒരു ഒല്ലി നട്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു കുടം കിട്ടണം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഒരു അല്ലി നടുവാണെങ്കിൽ നമുക്കിതുപോലെ ഒരു കുടം കിട്ടണം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഈ ഗാർലിക്കിൻ്റെ കാര്യം. അപ്പം നമുക്ക് നോക്കാം ഈ വർഷം നട്ടിട്ട് അടുത്ത വർഷം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ നട്ടിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉണ്ടാവുമേ. ന്യൂസിലൻഡിൽ നമുക്ക് ഗാർലിക്ക് നട്ടായി ഉണ്ടാകുന്നതാണ്. നമുക്ക് നന്നായിട്ട് തണുപ്പില്ലെങ്കിലും നല്ല തണുപ്പത്തും ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. ഇത് തണുപ്പത്താണ് ഇത് മണ്ണിൻ്റെ അടി കിടക്കേണ്ടത്. നമുക്ക് എന്നാൽ ന്യൂസിലൻഡിൽ അധികം വളർത്തുന്നില്ലാത്ത ഒരു ക്രോപ്പാണ് ഈ ഇതെന്ന് പറഞ്ഞെങ്കിൽ. നമുക്കിവിടെ ന്യൂസിലൻഡ് ഗാർലിക്കിന് ഭയങ്കര വിലയല്ലേ. ഞാനിവിടെ വീട്ടിലുണ്ടാക്കി ഇപ്പം നട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇതുപോലെ വലിയ കുടം കിട്ടിയില്ല, പക്ഷെ എന്നാലും ഉണ്ടാകും നമുക്ക്. ഞാൻ വലുതായിട്ടുള്ളതേ നടുന്നുള്ളൂ. തീരെ ചെറുത് നട്ടെങ്കിൽ ഉണ്ടായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടെ. ലാസ്റ്റ് ടൈം ഞാൻ നട്ടപ്പം നമ്മൾ മേടിക്കുന്നത്, അതായത് വിത്തിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാണ് നട്ടത്. നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ജിഞ്ചർ നടുന്നുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ അല്ലേ ചാണകം വെച്ചിട്ട് ചാണകത്തിലേക്കാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് കമ്പോസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റിലേക്കാണ് ഇത് വെക്കുന്നത്. പിന്നെ ഒരു കുറച്ച് സ്പേസ് കൊടുക്കണം നമ്മൾ. നമ്മളിവിടെ എല്ലാം നട്ടു.
ഇനി ഇതിന് കുറച്ച് കരിയില മുകളിൽ കൊണ്ട് നേടണം. നമുക്ക് കുറച്ച് കരിയില ഒന്ന് പതി വെച്ച് കൊടുക്കണേ. ഇതിനൊന്ന് കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം ഇതിന് മുകളിലേക്ക്. അതായത് ഒത്തിരി മഞ്ഞ് വീണെങ്കിൽ അഴുകി പോകാതിരിക്കാൻ വേണ്ടി, ഒത്തിരി മഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി. നമുക്ക് അത്രയും മഞ്ഞ് വീഴാറില്ല. ഞാൻ ഇപ്പോൾ ഈ ഷെയ്ഡിലേക്കാണ് ഇതെടുത്ത് വെക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വലിയ കുഴപ്പം വരത്തില്ല. നമ്മൾ ചാണകം, അതായത് നമ്മുടെ ആട്ടിൻകാഷ്ടം, ചാണകമല്ല കേട്ടോ, ആട്ടിൻകാഷ്ടമില്ലേ, നമ്മുടെ ഷീപ്പ് പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുമേ. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് നല്ല വളമാണല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂട്ടിട്ട് കൊടുക്കത്തില്ലേ, കോഴി ചകഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി. അതുപോലെ ചിലപ്പോൾ പക്ഷികൾ വന്ന് ചകഞ്ഞ് കളയും. അപ്പോൾ ഇങ്ങനെ കോലിട്ടേക്കുവാണെങ്കിൽ പക്ഷികൾക്ക് വന്ന് ചകയാൻ പറ്റത്തില്ലല്ലോ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ലീക്ക് നട്ടായിരുന്നല്ലോ, അതിൻ്റെ സൈഡിലേക്ക് ഞാൻ നടാൻ പോകുന്നത് ഈ സ്പ്രിംഗ് അണിയനാണേ. സ്പ്രിംഗ് അണിയൻ നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പിന് വേണ്ടി വാങ്ങിച്ചതിൻ്റെ തണ്ടിരുന്നതാണേ. അപ്പോൾ അതിങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ കൊണ്ട് നട്ടെങ്കിൽ ഉണ്ടായിക്കോളും കേട്ടോ. ഇതുകൊണ്ട് ഇതിന് അറ്റം മാത്രം വെച്ചാൽ മതി. നമുക്ക് ഒരു ചെറിയ സ്ഥലം മതി, ഇവിടെ നിന്ന് ഉണ്ടായിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഗാർലിക്ക് നട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട വെജിറ്റബിൾസിൻ്റെ അപ്ഡേറ്റ് കാണിക്കുകയും ചെയ്യാവേ. നമ്മൾ ബ്രോക്കോളി നട്ടിരുന്നു, ക്യാബേജ് നട്ടിരുന്നു, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കാണിക്കുകയും ചെയ്യാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട പച്ചക്കറികളുടെ അപ്ഡേറ്റ് ആണ്. ഇത് കണ്ടോ, ബ്രോക്കോളി, ഇത് ബ്രോക്കോളികളുണ്ട്, ഇത് കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, ഈ 3 കാര്യങ്ങളായിരുന്നു ഇവിടെ നട്ടത്. അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ധാരാളം കളകൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കളകളെല്ലാം പറിച്ച് കളയണം. ഇച്ചിരി തണുപ്പൊന്ന് മാറിയിട്ട് അടുത്ത ദിവസം പറിക്കാമെന്ന് ഓർത്തിട്ടിരിക്കുക.